തുടരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഈ സർക്കാർ ആശുപത്രികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നമ്മുടെ ആരോഗ്യ വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്ന് ജനങ്ങൾ പറയുന്നത് ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഓരോ ദിവസവും ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ സാധിക്കും. രശ്മി, ഇപ്പോൾ നമ്മൾ പ്രതികരണങ്ങൾ തേടിയപ്പോൾ അവിടെ നിന്ന ആളുകൾ അവർ പറയുന്നത് ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ അകത്തുണ്ട്, ഭാര്യമാർ അകത്തുണ്ട്, ഈ കുട്ടികളെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ പോലും ആരും അറിയുന്നില്ല, നമ്മളെ അകത്തേക്ക് കടത്തിവിടുന്നില്ല, ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവർ തേങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഗർഭിണികളും കുട്ടികളുമാണ് കൂടുതലും അതിനുള്ളിൽ ഉള്ളത് എന്നത് ഓർക്കണം. കാരണം വെന്റിലേറ്റർ സംവിധാനം, ഇൻക്യുബേറ്റർ സംവിധാനം, ICU സംവിധാനം എല്ലാം പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ, അതും സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരം വലിയൊരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇന്ന് ആദ്യമായല്ല അവിടെ വൈദ്യുതി മുടങ്ങുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്നലെ 2 ദിവസമായി ഇത് സംഭവിക്കുന്നുണ്ട്, എന്നിട്ട് പോലും യാതൊരു നടപടികളും അവിടെ എടുക്കുന്നില്ല. വൈദ്യുതി പോയാൽ ഒരു ജനറേറ്റർ പ്രവർത്തിക്കാത്ത സർക്കാർ ആശുപത്രിയാണോ നമുക്കുള്ളത് എന്ന് ചോദിക്കേണ്ടി വരും, അല്ലേ? നമ്മൾ ഈ വലിയ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ ആശുപത്രിയും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ഒരു ഇൻഡോർ ട്രാൻസ്ഫോമർ സംവിധാനത്തിലാണ്. അപ്പോൾ KCB ഡയറക്റ്റ് ആയിട്ടല്ല കറണ്ട് കൊടുക്കുന്നത്, ഈ ഒരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ അതിലുണ്ടായ ഒരു തകരാറാണ് ഈ ഒരു വൈദ്യുതി ഇത്തരത്തിലുള്ള മുടങ്ങുന്നതിന് കാരണം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. കഴിഞ്ഞ 2 ദിവസമായി ഒരു പ്രശ്നം ഇവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം ഒരു 3 മണിക്കൂറോളം നമുക്കിപ്പോൾ ആശുപത്രി പരിസരമൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും, ഒരു വലിയ സംഘർഷാവസ്ഥയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. വൈകുന്നേരത്ത് ഞാൻ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു 6-6:30 സമയത്തൊക്കെ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് വലിയൊരു സംഘർഷാവസ്ഥയാണ് ഇവിടെ നിലനിന്നിരുന്നത്. അതായത് പോലീസുകാരും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടാകുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു, വലിയ സംഘർഷം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SIT ആശുപത്രി വിഭാഗം പൂർണ്ണമായും ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, SIT ആശുപത്രി എന്നുള്ളത്. നമുക്കറിയാം തൈക്കാട് ഒരു ആശുപത്രി ഉണ്ട്, അതും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ്. അവിടെ ഈ സാധാരണയായിട്ടുള്ള ഡെലിവറീസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസുകൾ, അതായത് കൂടുതൽ സർജറി ആവശ്യമായിട്ടുള്ള കേസുകൾ, കുറച്ചുകൂടി ഒരു പരിചരണം ആവശ്യമായിട്ടുള്ള കേസുകളൊക്കെ തന്നെയാണ് ഈ തിരുവനന്തപുരം ഈ മെഡിക്കൽ കോളേജിലെ SITയിലേക്ക് റഫർ ചെയ്യാറുള്ളത്. ഇവിടെയാണ് കൂടുതൽ വലിയ ശസ്ത്രക്രിയകൾ അത്തരത്തിൽ നടക്കുകയും അതോടൊപ്പം തന്നെ ഈ അമ്മമാർക്ക് കുറച്ചുകൂടി കെയർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് ഈ ആശുപത്രിയിലേക്കാണ്, ഈ തൈക്കാട് ആശുപത്രിയിൽ നിന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നത് പോലും ഈ ആശുപത്രിയിലാണ്. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ യെസ് തന്നെയാണ്. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് നടപടിയുണ്ടായിരിക്കുന്നത്. താൽക്കാലിക ജനറേറ്റർ എത്തിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 300-ലധികം ആളുകളാണ് ഇരുട്ടിലായിരുന്നത്. 2 ദിവസമായ ആശുപത്രിയിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്നും രോഗികൾ ആരോപിക്കുന്നുണ്ട്. അതേസമയം ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. സംഭവത്തിൽ സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. രശ്മിയും ടിൻഡുവുമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.